നിങ്ങൾ നിങ്ങളുടെ വില കളയാണെന്ന് നിങ്ങൾക്ക് വല്ല ധാരണയുണ്ടോ? ആത്മാഭിമാനം എന്ന് പറഞ്ഞൊരു സാധനമില്ലേ? ഇങ്ങനെ ഒരു വിലയുമില്ലാത്ത ഒരാളുടെ പിറകെ അയ്യോ എന്നെ സ്നേഹിക്കുന്ന പറഞ്ഞ് എന്തിനാണ് നടക്കുന്നത്? അങ്ങനെ ഒരാളുടെ പിറകെ നിങ്ങൾ സ്നേഹം യാചിച്ച് നടക്കേണ്ടി വരികയാണെങ്കിൽ നിങ്ങൾക്കൊരു വിലയുമില്ലെന്നല്ലേ അതിന്റെ അർത്ഥം. നിങ്ങൾ ചേസ് ചെയ്ത ഒരാളുടെ പിറകെ എത്രമാത്രം നടക്കുന്നു അത്രയും മാത്രം നിങ്ങളുടെ വില പോകും. നിങ്ങളുടെ വില പോകുമെന്നേ ഉള്ളൂ. മാത്രമല്ല മറ്റേ ആൾക്ക് തോന്നുന്നു നിങ്ങൾ ഡിസേർവിംഗ് അല്ലാന്ന്. നിങ്ങൾ എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഒരു വട്ടം വിളിക്കുന്നു, അപ്പൊ എടുക്കുന്നില്ല, പിന്നെ വിളിക്കുന്നു. ഒരു മെസ്സേജ് ഇടുന്നു, അപ്പൊ അത് കാണുന്നില്ല, അല്ലെങ്കിൽ കണ്ടു റിപ്ലൈ ഇല്ല, അപ്പൊ നിങ്ങൾ ഡബിൾ മെസ്സേജ് ഇടുന്നു. അതിനുശേഷം പിന്നെ പറ മെസ്സേജ് ഇടുന്നു. അതിനുശേഷം വിളിച്ചു കഴിഞ്ഞിട്ട് റിപ്ലൈക്ക് വേണ്ടിയിട്ട് അങ്ങ് കിടന്ന് കരയാണ്. എന്താണിത്? അങ്ങനെ ചെയ്യരുത്. നിങ്ങളുടെ വിദ്യാഭ്യാസം, നിങ്ങളുടെ ജീവിത സാഹചര്യം, നിങ്ങളുടെ മാതാപിതാക്കൾ, നിങ്ങളെ ഇതുവരെ എത്തിച്ച സമൂഹം, നിങ്ങളുടെ സുഹൃത്തുക്കൾ, ഇവരൊക്കെ കൂടി നിങ്ങൾക്ക് തന്നൊരു സ്റ്റാൻഡേർഡ് ഓഫ് ലിവിംഗ് ഇല്ലേ? നിങ്ങളുടെ ഒരു ക്ലാസ് ഇല്ലേ? നിങ്ങളുടെ ഒരു ലെഗസി. അതിങ്ങനെ യാചിച്ചു കളയേണ്ടതാണോ? അല്ല. ഞാൻ പറഞ്ഞുതരാം എന്താ ചെയ്യേണ്ടതെന്ന്. ലേൺ ദ പവർ ഓഫ് സൈലൻസ്. അതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. നിശബ്ദമായിരിക്കാൻ പഠിക്കൂ. നിശബ്ദതയുടെ ശക്തി മനസ്സിലാക്കൂ. ഇങ്ങനെ കിടന്ന് മറ്റേ കല്ലിട്ട കുടം പോലെ ഗുളുകുളു ശബ്ദമുണ്ടാക്കുന്നതിന് പകരം സൈലന്റ് ആയിട്ട് നോക്കൂ. നിങ്ങളോട് മിണ്ടണം എന്ന ആഗ്രഹമുള്ള ആൾക്കാർ ഇങ്ങോട്ട് വന്ന് മിണ്ടിക്കോളും. അല്ലാണ്ട് എന്നെ സ്നേഹിക്കണമേ എന്ന് അയ്യേ അങ്ങനെ പറയല്ലേ. ഒരു കാരണവശാലും അങ്ങനെ പറയല്ലേ. ഒരാളോടും പറയല്ലേ. നമ്മൾ യാചിക്കാതെ ഇരിക്കാൻ പ്രാർത്ഥിക്കേണ്ട മനുഷ്യരാണ്, അല്ലേ? അപ്പൊ നമ്മൾ പോയിട്ട് എനിക്ക് അയാളില്ലാതെ പറ്റില്ല, അല്ലെ എനിക്ക് അവളില്ലാതെ പറ്റില്ല എന്നുള്ള ഒറ്റ റീസൺ കൊണ്ട് അവളോട് അല്ലെങ്കിൽ അവനോട് പോയി യാചിക്കുമ്പോ അവൻ അല്ലെങ്കിൽ അവൾ അത്രമാത്രം നിങ്ങളോട് ഡിമാൻഡ് ഇടുവന്നേ. ഇങ്ങനെ ചിന്തിക്കൂ. അതായത് നിങ്ങൾ ഒരാളോട് നിങ്ങളെ സ്നേഹിക്കാൻ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നതിന് പകരം നിങ്ങളോട് ഒരാൾക്ക് മിണ്ടണ്ട എങ്കിൽ അത് അയാളുടെ കഴിവുകേടാണ്. നിങ്ങൾക്ക് അയാളെ വേണമെന്നുള്ളതല്ല, നിങ്ങളെ അയാൾ ഡിസേർവ് ചെയ്യുന്നില്ല എന്നുള്ളത് മനസ്സിലാക്കാൻ. എന്തിനാണ് നമ്മുടെ ഒരു ആത്മാഭിമാനത്തിന്റെയും മുകളിലേക്ക് നമ്മൾ ഒരാളെ കൊണ്ടുവരുന്നത്? സെൽഫ് ഈഗോ എന്നതൊരു നല്ല, നമ്മൾ ചീത്ത കൊളസ്ട്രോള് നല്ല കൊളസ്ട്രോൾ എന്നൊക്കെ പറയുന്ന പോലെ നല്ല ഈഗോയുണ്ട്, മോശം ഈഗോയുണ്ട്. അതിൽ സെൽഫ് ഈഗോ എന്ന് പറയുന്നത് ഒരു പരിധിവരെ ഈ ഒരു കാര്യത്തിൽ നല്ലതാണ്. ഇപ്പൊ ഈ പോയിന്റിൽ നിങ്ങൾ ചുമ്മാ ഒന്ന് ചിന്തിച്ചു നോക്കിയേ. ഡിഡ് ദേ ഡിസേർവ്? നിങ്ങളെ അവരെ റിസർവ് ചെയ്യുന്നുണ്ടോ? നിങ്ങളിലേക്കുള്ള ആക്സസ് അവർക്ക് കൊടുക്കേണ്ട കാര്യമുണ്ടോ? ഒരു വെള്ള പേപ്പർ അങ്ങോട്ട് എടുത്തിട്ട് നിങ്ങളുടെ കഴിവുകളെ കുറിച്ച് അങ്ങോട്ട് എഴുതുക. എന്നിട്ട് അതിലൊരെണ്ണം ടിക്കറ്റ് ഇട്ട് അത് ഫോക്കസ് ചെയ്യുക, അതിലങ്ങ് വർക്കൗട്ട് ചെയ്യുക. ചിലർ ഈ പറഞ്ഞ പോലെ അവരുടെ കഴിവുകൾ കണ്ടെത്തുന്നത് പോലും ഇത്തരത്തിലുള്ള പോയിന്റുകളിലായിരിക്കും. ഒരാളുടെ പിറകെ യാചിച്ച് നടന്നാൽ നിങ്ങൾക്ക് അയാളെ കിട്ടില്ല. ഇനി അഥവാ കിട്ടിയാൽ അയാളോടൊപ്പം പഴയ നിങ്ങളെ നിങ്ങൾക്ക് കിട്ടില്ല. പ്രിയപ്പെട്ടവരെ, നമുക്ക് നമ്മുടേതായ ഒരു വിലയുണ്ട്. പോയി ഒരുത്തരുടെയും മുമ്പിൽ യാചിക്കരുത്. അതും സ്നേഹത്തിന് വേണ്ടി ചെയ്യരുതേ. ഇഷ്ടപ്പെട്ടെങ്കിൽ അങ്ങോട്ട് ഫോളോ ചെയ്യൂ. എന്നിട്ട് ഏറ്റവും പ്രിയപ്പെട്ടവർക്കായിട്ട് ഷെയർ ചെയ്യൂ. സ്റ്റോറി പരകട്ടെ പ്രകാശം.